ആദ്യം മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ പാറക്കല്ലും കുറുവടികളുമായി കാവി വസ്ത്രധാരിയായ ഒരു വിഭാഗം ആളുകൾ പാഞ്ഞെടുക്കുന്നു. വൈദികരെ തടഞ്ഞു നിർത്തുന്നു, മർദ്ദിക്കുന്നു, ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു, കാവിഷോൾ അണിയിക്കുന്നു. നോക്കൂ, ഒരു സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ആ സ്കൂളിലെ യൂണിഫോം ധരിക്കണം എന്ന മാനേജ്മെന്റ് പറയുക അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിനാണ് ഇത്രമാത്രം ക്രൂരതകൾ അരങ്ങേറുന്നത്. മിഥുൻ, സംഭവങ്ങൾ അത് ഏത് മതത്തിൻ്റെ പേരിലാണെങ്കിലും ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ഏത് ജാതിയിലോ മതത്തിലോ പെട്ട ആളുകളാണെങ്കിൽ പോലും അതിനൊക്കെ എതിർക്കുക തന്നെ വേണം. പൂർണ്ണമായും ഇങ്ങനെയുള്ള സംഭവങ്ങളെ എതിർക്കുന്നു. പക്ഷേ ഈ ഹനുമാൻ ദീക്ഷ എന്ന് പറയുന്നത് ആന്ധ്ര, തെലങ്കാന, ഇവിടെ ഇതൊരു പുതിയ സംഭവമല്ല. ഇതെത്രയോ വർഷങ്ങളായിട്ട് അവിടുത്തെ ഹിന്ദുക്കൾ ആചരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശബരിമലയ്ക്ക് നോമ്പെടുക്കുന്ന പോലെയാണ് അവിടുത്തെ ഹനുമാൻ ദീക്ഷ എടുക്കുന്നത്. അപ്പം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ആ ഒരു അളവ് നൽകാറുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അളവ് നൽകാൻ സാധിക്കാതെ പോയത്? കാരണം ഇതൊരു പുതിയ കാര്യമല്ല, ഇതെല്ലാ കാലത്തും അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചത്? ആ വിദ്യാഭ്യാസ സ്ഥാപനം എന്തുകൊണ്ടാണ് ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഹനുമാൻ ദീക്ഷ എടുത്ത കുട്ടികളെ വിലക്കിയത് എന്തുകൊണ്ട് എന്നത് അവിടെ ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളെ തീർച്ചയായും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു മതവിശ്വാസത്തെ മിഥുൻ ഉയർത്തിയ വിഷയത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അല്പം കൂടി ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി പറയാം. മിഥുൻ പറഞ്ഞതുപോലെ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെ അവിടെ ഇങ്ങനെ ഒരു ഹനുമാൻ ദീക്ഷയ്ക്ക് വേണ്ടിയുള്ള അവരുടേതായിട്ടുള്ള മതാചാരങ്ങൾ പിന്തുടരുന്നത് ആദ്യമാകില്ല. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഇതേ വിദ്യാർത്ഥികൾ തന്നെ അത് നടത്തിയിട്ടുണ്ടാകാം. ഇവിടെ ഇപ്പോൾ ഇത്തവണ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് കാവ്യ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അതാകാം, പക്ഷേ അത് യൂണിഫോമിന് മുകളിലാകണം എന്ന് മാത്രമല്ല, അതിൽ മാതാപിതാക്കൾക്ക് അത്തരത്തിലൊരു ആവശ്യമുണ്ട്. തങ്ങളുടെ വിദ്യാർത്ഥികൾ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടെന്ന് മാതാപിതാക്കൾ അധ്യാപകരെ അറിയിക്കണം. അത് സാധാരണഗതിയിൽ എല്ലാ സ്കൂളിലും എല്ലാ മാനേജ്മെന്റും സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാകാൻ മാത്രമേ ഇടയുള്ളൂ. പക്ഷേ അപ്പോഴേക്കും ഈ സ്കൂളിൽ കാവ്യ വസ്ത്രം അനുവദിക്കുന്നില്ല എന്ന തരത്തിൽ ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അങ്ങനെ മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. അതിന് പിന്നാലെയാണ് ഈ ജയ് ശ്രീറാം ഇന്ന് ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ മേൽ വിലങ്ങുതടിയായി മാറുന്നത്. അതെങ്ങനെയാണ് മിഥുൻ ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കാര്യം, താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. കാരണം ഇത്രയും കാലം ഇല്ലാത്തൊരു പുതിയ ആചാരം എന്തിനാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന് പാലിക്കേണ്ട ആവശ്യം വന്നത്? കാരണം ഹനുമാൻ ദീക്ഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പുതിയ ചടങ്ങോ ഒരു പുതിയ ഹിന്ദു ആചാരമൊന്നുമല്ല. കാരണം അവിടെ എല്ലാ സ്കൂളുകളും കുട്ടികൾക്ക് ഇതിനു വേണ്ടിയുള്ള പെർമിഷൻ കൊടുക്കാറുണ്ട്. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലും ഇതിനു വേണ്ടിയുള്ള അനുമതി കൊടുക്കാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കൊന്നൈഘാട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഹനുമാൻ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ളൊരു ആചാരമാണ്. ഇതിൽ പല വ്യക്തികളും പല ആളുകളും പല ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലും അതിനുള്ള ഒരു ഇളവ് നൽകാറുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഈ മലയ്ക്ക് പോകുമ്പോൾ എടുക്കുന്ന നോമ്പുമായിട്ട് പൂർണ്ണമായും താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 41 ദിവസത്തെ വ്രതമാണ് അവർ അനുഷ്ഠിക്കുന്നത്. അതിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ ചില കോഡുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഹകരിക്കുമ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇറക്കേണ്ടി വന്നത്? കാരണം പേരൻസിൻ്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പുതിയ കണ്ടീഷൻസ് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇറക്കേണ്ട ആവശ്യം എന്തുകൊണ്ടായിരുന്നു എന്നതാണ് നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടും ഇതുപോലുള്ള ചില തീവ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെന്ന് അവിടെ പ്രശ്നമുണ്ടാക്കിയത് എന്തുകൊണ്ടും അത് എതിർക്കേണ്ട കാര്യം തന്നെയാണ്. അതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു മതത്തിൻ്റെ വിശ്വാസത്തെ മാത്രം ഇവിടെ മാറ്റി നിർത്തുന്നത്? നമുക്കറിയാം, ഇവിടെ വെള്ളിയാഴ്ചകളിൽ പല സ്കൂളുകളിലും 2 മണിക്കൂർ ഇൻ്റർവെൽ കൊടുക്കുമല്ലോ. അത് ഏത് മതത്തിന് വേണ്ടിയാണ്? അപ്പം ഇങ്ങനെയുള്ള ഇളവുകളൊക്കെ എല്ലാ മതവിഭാഗങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന രാജ്യത്തിൽ ഇതൊക്കെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? കാരണം മുൻപ് ചില സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടാകുമ്പോൾ അന്ന് ഇൻക്ലൂസീവ്നെസ് ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് മിഥുൻ പ്രശ്നം.